സമയം രാത്രി 9 മണിയായിട്ടുണ്ട്. ഈ നേരത്തെ അടുക്കളയിൽ പാചകം പതിവില്ല. പക്ഷെ ഇന്ന് അടുക്കളയിൽ കയറി ഈ പാചകം ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. സിന്ധുച്ചിന്റെ മോള് സ്വാതി വിരുന്ന് വന്നിട്ടുണ്ട്. ഓക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതി. ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഒരു സ്പെഷ്യൽ ആവട്ടെ എന്ന് കരുതി. നല്ല രസമുള്ള ഒരു സാധനമാണ് ഇത്, സോയാബീനാണ്. ഇത് ഫ്രൈ ചെയ്തിട്ട് എന്നാലും ആർക്കും തികഞ്ഞിട്ടില്ല. കുറെ സംഭവങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ സന്തോഷമായിട്ട് ഞാൻ അറിയാതെ ക്യാമറയും കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം ഇത് എങ്ങനെ ഉണ്ടാക്കണത് എന്ന്. ഇത് ഉണ്ടാക്കേണ്ട ഇടയ്ക്ക് ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സ്വാതി ദാപ്പൂസിന് മാത്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അവള് മാത്സിന്റെ ടീച്ചറും കൂടിയാണ്. അമ്മ അത് വെറുതെ വന്ന് കിടക്കുകയെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഒന്ന് സന്തോഷേട്ടൻ കോവയ്ക്കും കുറച്ച് കോവയ്ക്കൻ്റെ അല്ലേ എല്ലാം കൂടി എന്റെ കയ്യിൽ കൊണ്ടു തരുന്നത് ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നിപ്പോ രാത്രി ആവില്ല, നാളെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇത് നുള്ളി പറിച്ച് ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ പിന്നെ രാത്രി ഇലക്കറികൾ കഴിക്കുന്നത് അത്ര നല്ലതല്ലാന്നും പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ കമന്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ നാളെ ഏക്കാന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഈ കോവയ്ക്കേന്റെ ഏറെ നല്ലത് ഈ ഇല കഴിക്കുന്നതാട്ടോ. ഈ വയറിന് സ്തംഭനോ അങ്ങനെ വയറിന് അസ്വസ്ഥത ഒക്കെ ഉള്ളവർക്ക് ഇത് താളിച്ച് കഴിച്ചാല് നല്ലതാണ്. ഇത് തോരൻ വെച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ അത് ഉണ്ടാക്കി കഴിക്കാട്ടോ. അത് കുറെ കൂട്ടുകാർക്ക് അറിയണ്ടേന്നില്ല, പക്ഷെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തപ്പോ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ അത് ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് സ്പെഷ്യലാണ് ഇതൊക്കെ കേട്ടോ. മീൻകറി, മീനിന്റെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ കറി മാത്രമേ ഉള്ളൂ. പിന്നെ മുരിങ്ങലക്കറി, അതേപോലെ ഉള്ളിച്ചമ്മന്തി, ഉള്ളി മുളക് ചുട്ടിട്ട് അരച്ച കറി ചമ്മന്തി, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ സോയാബീൻ, കോളിഫ്ലവർ, അതേപോലെ മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളകും പൊടി, ചിക്കൻ മസാല, അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താട്ടോ. മുന്നേ ഇതാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഞങ്ങൾ ആക്കിയതാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അറിയാത്തവരൊന്ന് ചെയ്ത